റയൽ മാഡ്രിഡിന്റെ ക്രൊയേഷ്യൻ ഇതിഹാസം ലൂക്ക മോഡ്രിച്ച് സീസണിനൊടുവിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചേക്കും. ഫുട്ബോൾ ലോകം കണ്ട ഇക്കാലത്തെയും മികച്ച മധ്യനിര താരങ്ങളിൽ ഒരാളായ മോഡ്രിച്ചും റയലുമായുള്ള കരാർ ഈ സീസണോട് അവസാനിക്കും. കഴിഞ്ഞ 2 തവണയും 1 വർഷത്തേക്കാണ് റയൽ താരത്തിന് കരാർ നീട്ടി നൽകിയത്. 39-കാരന് ഇനി റയൽ കരാർ നീട്ടി നൽകില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. റയൽ അല്ലാതെ മറ്റൊരു ക്ലബിനു വേണ്ടി ഇനി പന്ത് തട്ടാൻ താരത്തിന് ആഗ്രഹവുമില്ല. റയലിനൊപ്പമുള്ള അരങ്ങേറ്റ സീസണിൽ നിറം മങ്ങിയെങ്കിലും പിന്നീട് ക്ലബിന്റെ പ്രധാന താരവും നായകനുമായി ആരാധകരുടെ മനസ്സ് കീഴടക്കാൻ മോഡ്രിച്ചിന് സാധിച്ചു. റയലിനായി 575 മത്സരങ്ങൾ കളിച്ച മോഡ്രിച്ച് 43 ഗോളുകളും 92 അസിസ്റ്റുകളും സ്വന്തം പേരിലാക്കി. ക്ലബിനൊപ്പം 28 സുപ്രധാന കിരീടനേട്ടങ്ങളിൽ പങ്കാളിയായി. 2018 ടോട്ടനാമിൽ നിന്നാണ് മോഡ്രിച്ച് റയലിലെത്തുന്നത്. 2018 ബാലൻ ഡി ഓർ ജേതാവാണ്. യുവ മധ്യനിര താരങ്ങളായ ഫെഡറിക്കോ വാൽവേർദെ, എഡ്വാർഡോ കമവിംഗ ഉൾപ്പെടെയുള്ളവർ ടീമിലുള്ളപ്പോൾ റയൽ മോഡ്രിച്ചുമായുള്ള കരാർ പുതുക്കാനുള്ള സാധ്യത വിരളമാണ്. അതേസമയം ചൊവ്വാഴ്ച ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് ആദ്യപാദത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടാനിരിക്കുന്ന റയൽ ടീമിൽ വാൽവേർദെ കളിക്കില്ല. താരത്തിന് ഇതുവരെ ഫിറ്റ്നസ് വീണ്ടെടുക്കാനായിട്ടില്ല. പരിശീലനത്തിലും താരം പങ്കെടുത്തിരുന്നില്ല. ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായ മത്സരത്തിലാണ് താരത്തിന് പരിക്കേറ്റത്. അതിനുശേഷം ഇതുവരെ ടീമിനായി കളത്തിലിറങ്ങിയിട്ടില്ല. ആദ്യപാദത്തിൽ ജൂഡ് ബെല്ലിംഗ്ഹാമും ടീമിലുണ്ടാകില്ല. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.